ഒരു സിനിമാ പാരമ്പര്യം ഇല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഇന്ന് മലയാള സിനിമ റൂൾ ചെയ്യുന്ന കണക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സക്സസ് സ്റ്റോറി. 1968 ഒരു സാധാരണ കുടുംബത്തിലേക്കാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തടിമില്ലിലൊക്കെ കോൺട്രാക്ടിങ് വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അദ്ദേഹം എറണാകുളത്തും കരുനാപ്പള്ളിയിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരനായി കാണണമെന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന് പക്ഷേ വേറെ ചില താല്പര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സഹായത്തോടെ അദ്ദേഹം ഒരു ജീപ്പാണ് 18ാമത്തെ വയസ്സിൽ മേടിച്ചത്. KLO 2403. ഈ കാലഘട്ടം എന്ന് പറയുന്നത് 1988 ആണ്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം വണ്ടിയൊക്കെ ഓടിച്ച് തൃശ്ശൂർ എറണാകുളത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കോള് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയിലേക്കാണ്. അദ്ദേഹത്തിനെ അല്ല ആവശ്യം, അദ്ദേഹത്തിൻ്റെ വണ്ടി, അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ജീപ്പ് കൊണ്ടുചെല്ലുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ വരുന്നു. പിന്നെയും അദ്ദേഹത്തിന് ഒരു കോൾ വരികയാണ്. പ്രൊഡ്യൂസർ സാജനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ ലൊക്കേഷനിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് താങ്കൾക്ക് വരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തെ ഡയറക്റ്റ് വിളിച്ചു. അദ്ദേഹം ചെല്ലുന്നു. അദ്ദേഹം ഉടനെ തന്നെ യെസ് പറയാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവത്തിനെ പോലെ കാണുന്ന, അല്ലെങ്കിൽ അത്രയധികം ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് ഈ സിനിമയ്ക്കകത്തിൽ. അങ്ങനെ അദ്ദേഹം പല വണ്ടികളും ഓടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ താരത്തിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കാറുമായി ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവിടുന്നു. അവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല. പിന്നീട് ആ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിയുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്നു. 1988 അമ്പലമേട്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മറിയാൻ പോവാണെന്ന് അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇമ്പ്രസ് ചെയ്യാനെന്നുള്ള രീതിയിലാണ് ഇപ്പം മണിക്കൂറോളം സെറ്റിന് മുന്നിലായിട്ട് കാത്തു നിന്നു. പക്ഷേ ആ തിരക്കിനിടയിലും ഒരാൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിനോട് അകത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ട് ചോദിച്ചത്, നീ വണ്ടി കൊണ്ടുവന്നോ എന്നാണ്. കൊണ്ടുവന്നില്ല, നാളെ കൊണ്ടുവരാൻ പറയുന്നു. ആ ഒരൊറ്റ ചോദ്യം, ആ ഒരൊറ്റ ഉത്തരം ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ വേണം പറയാം അദ്ദേഹത്തിൻ്റെ. അത് 3-ാം മുറയുടെ ലൊക്കേഷനായിരുന്നു. ഞാൻ സംസാരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂരിനെ കുറിച്ചാണ്, ലാലേട്ടൻ്റെ ആൻ്റണി പെരുമ്പാവൂരിനെ കുറിച്ച്. അങ്ങനെ അദ്ദേഹം ലാലേട്ടൻ്റെ ക്ലാസിക് കോണ്ടസ 5544 ഓടിച്ച് അദ്ദേഹം പേഴ്സണൽ ഡ്രൈവറായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് 10 വർഷം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും സാരഥിയും ഒക്കെ ആയിട്ട് അദ്ദേഹം നിന്നു. അങ്ങനെ നരസിംഹം തൊട്ട് ദൃശ്യം വരെ, ലൂസിഫർ തൊട്ട് എമ്പുരാൻ വരെ 2 ദേശീയ അവാർഡ്, 4 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, മികച്ച നിർമ്മാതാവിനുള്ളത് അദ്ദേഹം നേടിയെടുത്തു. പണത്തിനും പ്രശസ്തിക്കും കണക്കുകൾക്കും അപ്പുറം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നത് ഒരു ബന്ധമായിരുന്നു. ജീപ്പ് ഡ്രൈവറിൽ നിന്ന് കേവലം ഒരു നിർമ്മാതാവിലേക്കുള്ള ഒരു കഥയല്ലിത്. തനിക്ക് മുമ്പിൽ വിശ്വാസം വെച്ച് നീട്ടിയ ഒരാൾക്ക് തിരിച്ച് ആ വിശ്വാസം ജീവിതം കൊണ്ട് മറുപടി നൽകിയ ഒരാളുടെ കഥയാണിത്. എൻ്റെ അവസാന ശ്വാസം വരെ ആൻ്റണി പെരുമ്പാവൂർ എൻ്റെ കൂടെ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.